അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരുപാട് പേര് ഭൂരിപക്ഷം ആൾക്കാരും സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യക്കുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അല്ലേ. അതിപ്പോൾ ബാങ്കിങ് ജോബ് ആയിക്കോട്ടെ, കോളിംഗ്, ടെലികോളർ ജോബാകട്ടെ, അങ്ങനത്തെ ഒരുപാട് ജോബുകൾ നമ്മളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ ഉണ്ടോയെന്ന് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ പോലും ഇപ്പം പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേളായിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ ജോബിൻ്റെ ഇതെല്ലാം നോക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇപ്പോൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മന്ത്ലി നമുക്ക് എമൗണ്ട് കിട്ടണം. അപ്പോൾ അതിൽ നമ്മളിപ്പം ഏത് ഫീൽഡാണെന്നൊന്നും ഇപ്പോൾ ആൾക്കാർ നോക്കാറില്ല. ജോബ് ചെയ്യുക, ക്യാഷ് ഇൻ ചെയ്യുക, അങ്ങനെയാണ്. അതിപ്പം ഓൺലൈനായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് റിമോട്ട് ജോബ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മന്ത്ലി ക്യാഷ് ഇൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ആമസോണിനകത്തും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ആമസോണിനകത്തൊക്കെ വരുന്ന വേക്കൻസികൾ നമ്മൾ അറിയാറില്ല. അപ്പോൾ നമുക്ക് ഈ ആമസോണിനകത്ത് വരുന്ന വേക്കൻസികൾ എങ്ങനെ കണ്ടെത്താം, അതിനെങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന് ഏത് സൈറ്റ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സൈറ്റാണ് നോക്കട്ടെ എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ആമസോണിൽ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ജോബ് വേക്കൻസിയിലാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പേര് ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ടിലൊക്കെ ജോബ് വേക്കൻസികളുണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ഒരുപാട് ജോബ് വേക്കൻസികൾ ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല ആമസോണിനകത്ത് എങ്ങനെയാണ് കണ്ടെത്തുക, എവിടെ പോയാൽ അല്ലെങ്കിൽ ഏത് സൈറ്റിൽ നോക്കിയാലാണ് ജോബ് അറിയാൻ പറ്റുക എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഇതുണ്ടോ, 7/15/2025 വന്ന ജോബ് വേക്കൻസിയാണ് ആമസോണിനകത്ത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ റീഡ് മോർ കൊടുക്കാമെങ്കിൽ ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡേറ്റാ സെൻറ്റർ ലോജിസ്റ്റിക് ടെക് DCC കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ജോബ് വേക്കൻസിയിലേക്കാണ് വന്നത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ ബേസിക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ് അവർ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം കറൻ്റ്ലി നമ്മൾ ഏത് മന്താണോ നിൽക്കുന്നത്, അപ്പം ആ മന്തിലേക്ക് ഉള്ള ജോബിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞു പോയതിന് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് നോക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചിട്ട് ഇവിടെ അപ്ലൈ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ലോഗിൻ ഓപ്ഷൻ ആയിരിക്കും വരിക. ഇതുണ്ടോ, നമ്മുടെ ആമസോണിൻ്റെ ആ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലോഗിൻ വിത്ത് ആമസോൺ അങ്ങനെ ചെയ്യാം, അതല്ലാതെ ലോഗിൻ വിത്ത് ഗൂഗിൾ ID. അപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ ID കാണുമല്ലോ. അപ്പം ഗൂഗിൾ ID വെച്ച് ലോഗിൻ ചെയ്യാം. ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു CV, ഒരു പേര്, ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആമസോണിലെ ജോബിൻ്റെ വേക്കൻസികൾ അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ചെന്നിട്ട് ആമസോൺ ജോബിൻ വേക്കൻസി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോബ് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ ആമസോൺ ജോബ് വേക്കൻസി എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ജോബ് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനൊരു ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കണ്ടോ, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, ഓഡിയോ, വീഡിയോ,
ഫോട്ടോഗ്രാഫി പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ താഴെ എത്ര ജോബ് വേക്കൻസികളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറി വരും എന്നുള്ളത് നോക്കാം. ഈ ഷോ മോർ കൊടുക്കാമെങ്കിൽ കൂടുതൽ ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡാറ്റ സയൻസ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റീവ്, കസ്റ്റമർ സർവീസ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇതിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരാമെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻസും ഓപ്പർച്യൂണിറ്റി ഏതൊക്കെയാണെന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. ചൈന, പിന്നെ കൊളംബിയ, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഷോ മോർ കൊടുക്കാമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങൾ കാണാം. ഇപ്പോൾ ഇന്ത്യയിലെ ഇതുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനകത്ത് പ്രത്യേകിച്ച് വേക്കൻസികളൊന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങളിപ്പം കൊച്ചിയിൽ, കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ വേക്കൻസികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആമസോണിനകത്ത് എന്തെങ്കിലുമൊക്കെ ജോബ് വേക്കൻസികളുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബുകളാണ് നോക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സ്യൂട്ടബിൾ ആവുന്ന ജോബ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.